നിസ്വാർത്ഥമായ സ്നേഹം അഥവാ അൺകണ്ടീഷണൽ ലവ് എത്ര മനോഹരമായ വാക്കാണല്ലേ. ഈ വാക്ക് പോലെ തന്നെ മനോഹരമാണ് ആ അനുഭൂതിയും. ഒരു ഉപാധികളുമില്ലാതെ, നിബന്ധനകളില്ലാതെ ഒരാൾ നമ്മളെ സ്നേഹിക്കുക. എന്തിനാണെന്ന് പോലും അറിയാതെ നമ്മൾ അവർക്ക് പ്രിയപ്പെട്ടതാകുക. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിൽ നിന്നും ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് ഈ സ്നേഹമാണ്. സംഗതി കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഇങ്ങനൊരു സ്നേഹം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് നിരാശപ്പെടേണ്ടി വരുന്നത് എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് ഒരു മിത്താണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയല്ല. എന്നെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് സ്നേഹിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇന്നത്തെ ലോകത്ത് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ, ഒന്നും ഡിമാൻഡ് ചെയ്യാതെ ഒരാളും ഒരാളെയും സ്നേഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനി ആരായാലും. ബേസിക്കലി നമ്മൾ മനുഷ്യരെല്ലാവരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അംഗീകരിക്കാൻ ഞാൻ പറഞ്ഞ കാര്യത്തോട് അല്പം മടിയുണ്ടെങ്കിൽ പോലും അതാണ് സത്യം. മാതാപിതാക്കളുടെ സ്നേഹം പൂർണ്ണമായും നിസ്വാർത്ഥമാണെന്ന് പറയാൻ സാധിക്കുമോ? ഒരു കുഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സന്തോഷവും കളിച്ചിരികളും തമാശകളും, ആ കുഞ്ഞിൻ്റെ കുസൃതി നൽകുന്ന അനുഭൂതിയും വാത്സല്യവും, ആ കുഞ്ഞ് വളർന്നു വലുതായി നല്ലൊരു ജീവിതമുണ്ടാകുമ്പോൾ തോന്നുന്ന സംതൃപ്തിയുമൊക്കെ ഏതൊരു രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട്. വളർന്നു വലുതായി അവർ തങ്ങൾക്ക് തണലാകണമെന്നും മാതാപിതാക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടാവും. എന്ന് വെച്ചാൽ അതിനുവേണ്ടി മാത്രമാണ് മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്നത് എന്നൊരർത്ഥമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. മറിച്ച് ഏറ്റവും നിസ്വാർത്ഥമായി കാണുന്ന മാതാപിതാക്കളുടെ സ്നേഹം പോലും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ പ്രണയിക്കുന്ന അല്ലെങ്കിൽ വിവാഹിതരാകുന്ന രണ്ടുപേരും പരസ്പരം പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഭാര്യ ഭർത്താവിൽ നിന്നും സുരക്ഷിതത്വവും അംഗീകാരവും പ്രണയവും ശാരീരിക മാനസിക ആവശ്യങ്ങളും ബഹുമാനവുമെല്ലാം ആഗ്രഹിക്കുന്നുണ്ടേ. ഭർത്താവിൻ്റെ ആഗ്രഹം ഭാര്യ തന്നെയും കുടുംബത്തെയും സ്നേഹിക്കണം, കരുതണം, ബഹുമാനിക്കണം, അഭിനന്ദിക്കണം, തൻ്റെ ശാരീരിക മാനസിക ആവശ്യങ്ങൾ നിറവേറ്റണം, പ്രണയിക്കണം എന്നൊക്കെയാണ്. അതുപോലെ ഒരു മകൾ എന്ന നിലയ്ക്ക് ഒരാൾ എന്തൊക്കെ തങ്ങൾക്ക് നൽകണം, ഒരു മകൾക്ക് മാതാപിതാക്കൾ എന്ത് നൽകണം, ഒരു മകൻ തങ്ങൾക്ക് എന്ത് നൽകണം, മകൻ മാതാപിതാക്കൾക്ക് എന്ത് നൽകണം, മരുമക്കൾ മാതാപിതാക്കൾക്ക് എന്ത് നൽകണം, അവർ എങ്ങനെ ആയിരിക്കണം, മാതാപിതാക്കൾ അവർക്ക് എന്ത് നൽകണം, സഹോദരങ്ങൾ എന്ത് നൽകണം എന്നിങ്ങനെ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പലതായിരിക്കും. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഞാൻ ചുമ്മാ ചോദിക്കട്ടെ, നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ സ്നേഹത്തിൽ പലതും നമ്മൾ ഓരോരുത്തരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ ബന്ധങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. അത് ലഭിക്കാതെ വരുമ്പോഴാണ് ആ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നത്, ബന്ധങ്ങൾ തകർന്നു പോകുന്നത്. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒന്നും തിരികെ നൽകാത്ത ബന്ധങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പലരുടെയും ശാരീരികവും വൈകാരികവും സാമ്പത്തികവും സാമൂഹികപരമായ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായി അവർ ഉപയോഗിക്കുന്ന ഒന്നാണ് സ്നേഹമെന്ന് പറയുന്നത്. പലരും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ്. അംഗീകരിക്കാൻ അല്പം മടിയുണ്ടാകും, എന്നാൽ ഇതാണ് സത്യം. ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യം വളരെ സിമ്പിളാണ്. കാരണം നിസ്വാർത്ഥമായ സ്നേഹം പ്രതീക്ഷിക്കുന്നവർക്ക് ഇത്തരം ആളുകൾ നൽകുന്നത് സങ്കടങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അൺകണ്ടീഷണൽ ലവ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കരുത്. ചുറ്റുമുള്ള മനുഷ്യന്മാർ പലരും എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ തരുന്ന ഡിസപ്പോയിൻമെൻറ്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നിസ്വാർത്ഥമായ സ്നേഹം എന്നൊന്നില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഉണ്ടായിരിക്കാം, എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. അപ്പോൾ അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ കയ്യിൽ അമർന്നു തീരുന്ന ഒരു പൂവ് പടർത്തുന്ന സുഗന്ധമാണ് നിസ്വാർത്ഥമായ സ്നേഹം. അതായത് താൻ ഇല്ലാതാകുമ്പോഴും മറ്റുള്ളവർ തന്നെ വേദനിപ്പിച്ചാലും ഇല്ലാതാക്കിയാലും തിരിച്ചു നല്ലത് മാത്രം നൽകാൻ കഴിയുന്ന മനസ്സ്. അത്തരമൊരു മനസ്സുള്ളവർക്കേ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ കഴിയൂ. പലർക്കും അതിന് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പൊതുവെ മനുഷ്യരെല്ലാവരും സെൽഫിഷാണ്. അതാരുടെയും കുറ്റമല്ല, ഒരു മനുഷ്യൻ്റെ ബേസിക് നേച്ചറാണത്. ഒരു മനുഷ്യൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തി അവനവനെ തന്നെയാണ്.
അതുകൊണ്ട് നിരുപാധികമായ സ്നേഹം മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിരാശയുണ്ടാക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഉപാധികളൊന്നുമില്ലാത്തതാണ്. അല്ലാത്ത അവസ്ഥകളിൽ, റിലേഷൻഷിപ്പുകളിൽ വ്യവസ്ഥകൾ ഉണ്ടാകുമ്പോൾ സ്നേഹം ഒരു മാറ്റക്കച്ചവടത്തിൻ്റെ രൂപത്തിലാകും. എന്തോ കൊടുത്തു, മറ്റെന്തോ വാങ്ങി. അതാണല്ലോ കച്ചവടം. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം ഒരു മാറ്റക്കച്ചവടമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ സ്നേഹം വാങ്ങി വയ്ക്കാൻ മാത്രമുള്ളതല്ലല്ലോ, അത് കൊടുക്കാൻ കൂടിയുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഈ സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നതുപോലെ തന്നെ ഒരു പൂവിനെ പോലെ മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുകൂടി ചിന്തിക്കണം. സ്നേഹമെന്നത് സന്തോഷം മാത്രമാണ് എന്ന് ചിന്തിക്കേണ്ട. അത് നിങ്ങളെ തിന്നു തീർക്കുന്ന ഒന്നുകൂടിയാണ്. അത് മനസ്സിലാക്കാൻ ഒരു ജീവിതം മുഴുവൻ വേണം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ പിന്നെയും എന്തും അംഗീകരിക്കാൻ നമുക്ക് കഴിയും. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.